ആർട്സിലെ കളറിനും വാല്യൂസിനുമുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ആഷ്വുഡിന്റെ കളർ എന്ന് പറയുന്നത് ഇതാണ്. ആഷ്വുഡ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളറിലേക്കും ഈ വുഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കസ്റ്റമറുടെ നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺ, അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ. യെസ്, ഈ 4 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ആഷിദ് ഒരു ഫർണിച്ചർ കൊടുക്കാറ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം സെറ്റിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫർണിച്ചറുകളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഒരു കോമ്പിനേഷൻ വെച്ചിട്ടുണ്ട്. മിനിമൽ വർക്കുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ആഷ്വുഡിൽ എടുത്തൊരു ഫർണിച്ചർ സെലക്ട് ചെയ്യാം. ആഷിദെ, നോമ്പൊക്കെയാണ്. എന്താ നല്ല കളർ സെൻസിലാണല്ലോ ഇപ്പൊ പ്രൊഡക്റ്റുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതെ, നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. ഒരു ബെഡ്റൂം സെറ്റിലേക്ക് ആണെങ്കിൽ, ഒരു റൂമിലാണെങ്കിൽ കറക്റ്റ് ആണ്. വേറെ അഡീഷണൽ ആയിട്ട് പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ട. ഇതങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാല് റൂം നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. എനർജി കുറവുണ്ടോ? നോമ്പിന്റെ ക്ഷീണം ഇല്ല, തുടങ്ങിയിട്ടല്ലോ. നോമ്പ് 2. അപ്പൊ നോമ്പ് 2 ആഷിദ് ഇവിടെ നമ്മുടെ ഐഫേലുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇത്തരം കൺസൾട്ടേഷനോ പ്രൊഡക്റ്റിന്റെ നോളജിനെ കുറിച്ചിട്ടൊക്കെ ആഷിദ് ഒരു 8 വർഷമായി എക്സ്പീരിയൻസ്. ഇൻഡസ്ട്രിയിൽ എത്ര വർഷമായി? ഇൻഡസ്ട്രിയിൽ 11 വർഷം. 11 വർഷം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ആഷിദ്. ഐഫേൽ 6 വർഷമായി. 5.5 നോണ പറയാൻ തയ്യാറില്ല, നോമ്പെടുത്തിട്ടേക്കാണ്. 5.5 വർഷമാണ് ആഷിദ് ഇവിടെ. 11-12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോ എന്താ ഈ കളർ ഇങ്ങനെ കോമ്പിനേഷൻ ഇടാനുള്ള കാരണം? കളർ കോമ്പിനേഷൻ മെയിനായിട്ട് ഇത് ലേഡീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ ബെഡ്റൂമിലേക്ക് കൂടുതൽ റിക്വയർമെന്റ് വരുന്ന കളർ. അതായത് നമ്മൾ ബെഡ്റൂമില് ഇതുപോലത്തെ ഒരു ചെയർ ഇടാം. ഇതിപ്പോ ആഷ്വുഡിൽ ഒരു ചെയർ ചെയ്തിട്ടുള്ള. ആഷ്വുഡിന് പൊതുവെ ഈ കളർ അല്ല, വേറെ കളറാണ്. അത് നമുക്ക് ആ ഡിസ്കഷൻ കൊണ്ടുവരാം. ബാക്കിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ആഷിദ്. പിന്നെ ഇത് പ്രീ ലാമിനേറ്റഡ് ബോർഡിൽ ചെയ്തിട്ടുള്ള അതാണ് ബെഡ്റൂം സെറ്റ് ആണ്. അതുപോലെ ഇത് ടച്ച് സെൻസർ ആണ് ഇതിന് മിറർ കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇത് പ്രീലാമിനേറ്റഡ് ബോർഡ് പ്ലസ് ടെക്സ്ചർ ഫിനിഷിലുള്ള ലാമിനേഷൻ. ടെക്സ്ചർ ആണ് ഇപ്പോഴത്തെ താരം. അതെ, പ്രീമിയം ഫീല് കണ്ട നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോൾ ഈ ടെക്സ്ചർ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി അതിന് കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു കോട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ഭംഗിയായിട്ട് ആ കളറിന് തന്നെയാണ് ഒരു ബെഡും കൊടുത്തേക്കുന്നത്. ഫ്ലോറിഡിന്റെ ഗംഭീര ഫീലാണ്. ഇത് ആഷിദ് തന്നെയാണോ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ആയിപ്പോയതാണോ അതോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ്? അപ്പൊ ഞാൻ സോഫ സൈഡ് ടേബിൾ എന്ന് പറയും. അതേ സെയിം കോമ്പിനേഷനിൽ തന്നെയാണ് സൈഡ് ബോക്സ്, 2 ഡ്രോവർ വരുന്ന. എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന് വെച്ചാൽ ആ ഫ്ലവറും ഫ്ലവർ പോട്ട് വരെ ആ കോമ്പിനേഷനിൽ കൊടുക്കുന്നു. ഒരു 5 സീറ്റർ സോഫയാണ്. ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോക്കറ്റ് സ്പ്രിംഗ്, ബാക്കിൽ വെർജിൻ റെക്രോണിൽ ചെയ്യുന്ന ടിൽറ്റിംഗ് ഹെഡ്സെറ്റിലാണ്. അപ്പൊ ആഷിദ് സോഫ മാനുഫാക്ചറിങ് കൃത്യമായി പഠിച്ചതുകൊണ്ട് സോഫയെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ വളരെ ഈസിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം സെറ്റില് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫർണിച്ചറുകളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഒരു കോമ്പിനേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സോഫ ഉണ്ട്. ഇനി വലിയൊരു ബെഡ്റൂം ആണെങ്കിൽ സോഫ ബെഡ്റൂമിൽ കൊണ്ടിടാം അല്ലെ. ഈ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ അറയൊരുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചെറിയൊരു സോഫ കൂടി അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതുപോലെ വേണമെങ്കിൽ സോഫ വേണമെങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഇടാം. ടി വി ആണെന്നൊക്കെ അല്ലെ, നമ്മുടെ നാട്ടിൽ ഇതുപോലെ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറ ഒരുക്കുന്ന അല്ലെ, മണിയറ ഒരുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ക റോസ് കളറൊന്നല്ല കൊടുത്തിട്ടുള്ളത്, ഒരു ചെറിയ റോസിന്റെ ഒരു ചായവാണ് അല്ലെ, ഭംഗിയുള്ള റോസ് കളർ അല്ലെ. ഒരു പിങ്കും നല്ല പിങ്കല്ല, ഒരു എലഗന്റ് ആയിട്ടൊരു ബെഡ്റൂം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കളർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ് നിർത്തിയ ഈ ആഷ്വുഡിലെ ഏതൊക്കെ കളറുകൾ കൊടുക്കാം? ആഷ്വുഡിന്റെ സ്പെഷ്യലിസ്റ്റ് നമ്മുടെ അഡ്ബിയുടെ നമ്മുടെ ഷൈൻഷയുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, നമ്മൾ ഈ കളർ കാണിച്ചു തുടങ്ങിയപ്പോ ഷൈൻഷ വരെ ഈ കളറിനോട് മാച്ച് ആയിട്ട് വന്നു എന്നുള്ളതാണ്. നോക്കി, അപ്പൊ ഈ ബെഡ്റൂം സെറ്റ് പരിചയപ്പെടുത്തുമ്പോ ഈ കളർ ഇത് വീട്ടിൽ നിന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നാണോ? അല്ല, ഇവിടെ വന്നപ്പോ ഇങ്ങനെ മനസ്സിലായി അല്ലെ. അപ്പൊ നമുക്ക് ആഷ്വുഡിനെ കുറിച്ച് പറയാം. അപ്പൊ ആഷ്വുഡ് സാധാരണ നമ്മളൊരു ചാര കളറിൽ തന്നെ കാണാറ്, പക്ഷെ ശരിക്കും ആഷ്വുഡ് വൈറ്റ് ആണ് അല്ലെ. തീർച്ചയായിട്ടും ആഷ്വുഡിന്റെ കളർ എന്ന് പറയുന്നത് ഇതാണ്. ഈ കളർ നാച്ചുറലി ഇത് വൈറ്റ് കളറാണ് ആഷ്വുഡ് വരുന്നത്. ആഷ്വുഡ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളറിലേക്കും ഈ വുഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം പറയട്ടാ, ഈ അഡ്ബിന്ന് കേരളത്തിലുള്ള മുഴുവൻ പ്രീമിയം ഷോറൂമുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഷോറൂമിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് എൻക്വയറി ചെയ്തോളൂ. അഡ്ബിയോട് സപ്ലൈ ചെയ്യും. ഷെൻഷ റെഡിയാണ് അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഓർഡറൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് കൊടുക്കല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനൊരു ബ്രാൻഡ് പ്രൊമോഷൻ കൂടി നടത്തുകയാണ്. കാരണം എന്താ വെച്ചാല് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ബിസിനസ് ഉണ്ടാവണം. ഇതിന്റെ ഈ കളറ് മാറ്റിയതാണ്. ഇതാണ് ഒരു അഭിപ്രായം ചോദിക്കട്ടെ, ഇത് വൈറ്റ് ആണ്. നമ്മളിപ്പോ കൊടുക്കുന്ന കളർ എങ്ങനെയാണ്? ഈ കളർ മങ്ങും അത് കുറച്ച് കഴിഞ്ഞാൽ? ഇല്ല, ഈ കളർ മങ്ങൂല. കാരണം ഇത് PU കോട്ടഡും കൂടെ ചെയ്യുന്നുണ്ട്. അഡീഷണൽ കോട്ടിങ് ചെയ്യും. അപ്പോൾ മങ്ങി പോവില്ല. ധൈര്യമായിട്ട് എടുക്കാം. എത്ര കളറിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും? സത്യം പറഞ്ഞാൽ ഏത് കളറിലേക്ക് ഈ സാധനം മാറ്റാം. നമ്മൾ മിനിമം കുറച്ച് കളർ കൊടുക്കുന്നുണ്ട് ഇവിടെ. 1 2 3 4 5 6. അതായത് നമ്മുടെ ആർക്കിടെക്ട് ഏത് കളറാണോ ചൂസ് ചെയ്യുന്നത് ആ കളറിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ആർക്കിടെക്ടിനെ സെലക്ട് ചെയ്യാൻ ഒരു 10 കളർ നമുക്ക് കൊടുക്കാം അല്ലെ ഷൈൻഷ? തീർച്ചയായിട്ടും. ആ കളർ കൊടുത്തിട്ട് സെലക്ട് ചെയ്താൽ മതി. പ്രധാനമായും ആർക്കിടെക്റ്റുകളുടെ ഇഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ ട്രഡീഷണൽ വീടുകളുടെ, മോഡേൺ വീടുകളുടെ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. മിനിമൽ വർക്കുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ആഷ്വുഡിൽ എടുത്തൊരു ഫർണിച്ചർ സെലക്ട് ചെയ്യാം.
നമ്മുടെ ആഷ്വുഡിനെ കുറിച്ചിട്ടും ആഷിദിനെ കുറിച്ചിട്ടും പറയാണ്. ആഷിദ് വരൂ. ഇങ്ങനെ ഡിസൈൻ സെൻസ് ഉള്ള ആളുകൾ വളരെ കുറവുള്ള സൈസിൽ. അപ്പൊ ആഷിദ് വളരെ അടിപൊളിയായിട്ട് മോഡലുകൾ സെലക്ട് ചെയ്ത് തരും. അതിന്റെ കളർ കോമ്പിനേഷൻ, ഡിസ്പ്ലേ ഇട്ട രീതിയൊക്കെ നന്നായിട്ട് തരും. ഞാൻ ഇത് കണ്ടിട്ട് ആഷിദിനെ ഒരാൾ വിളിക്കുകയാണെങ്കിൽ ആഷിദ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കില്ല. പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലുപരിയായിട്ട് ഒരു കൺസൾട്ടേഷൻ കൊടുക്കണം. കാരണം പലതും നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ, പല എമൗണ്ടുകൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആളുകൾ ഒരു ഡീറ്റെയിൽ കൺസൾട്ടേഷൻ എടുക്കും. ഫർണിച്ചർ എടുക്കുമ്പോൾ അവിടെ പോയിട്ട് ഏറ്റവും വില കുറഞ്ഞതോ അവിടെ കിട്ടുന്നതാണ് മേടിച്ചു വെക്കുക. അത് പോരാ അല്ലേ? ക്വാളിറ്റി നോക്കണം, അതുപോലെ കളർ കോമ്പിനേഷൻ നോക്കണം. എല്ലാം നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആഷിദിന്റെ എനർജി നല്ലത് നോമ്പെടുത്തോണ്ടാണ്. പക്ഷെ ആഷിദാണ് ഏറ്റവും കൂടുതൽ നമ്മളവിടെ നിന്ന് മെഷർമെന്റ് എടുക്കാൻ പോയിട്ടുള്ളത് അല്ലേ? 3-4 മെഷർമെന്റ് എടുക്കാൻ പോകുന്നുണ്ട്, ഓരോ ദിവസങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ വണ്ടിയായിട്ട് പോവുക, മെഷർമെന്റ് എടുക്കുക, കൊടുക്കുക, സോഫ കൊടുക്കുക. അപ്പൊ ആഷിദ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ്? ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന കസ്റ്റമർക്ക് അവർക്ക് ഏറ്റവും വലുത് വേണം എന്നാണ് അവരുടെ മൈൻഡിൽ. പക്ഷെ നമുക്ക് അവിടേക്ക് ഏതാണ് ഏറ്റവും സ്യൂട്ട് ആവുന്നത് അത് കൊടുക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കാറ്. അവിടേക്ക് സൂട്ട് ആവുന്നതാണ് നമ്മൾ കൊടുക്കല്. അതിന് നമ്മൾ അതിന് വില കൂടുതൽ കൊടുക്കാനോ വില കുറഞ്ഞ് കൊടുക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഐഫയുടെ ഒരു പ്രത്യേകത, ആഷിദിന്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും കസ്റ്റമർക്ക് നീഡ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നൈസ് അനലൈസേഷൻ നമ്മളതിൽ ചെയ്യലുണ്ട്. എന്ന് വെച്ചാല് കസ്റ്റമറുടെ നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺ, അതുപോലെ തന്നെ യെസ്, ഈ 4 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ആഷിദ് ഒരു ഫർണിച്ചർ കൊടുക്കാറ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഫർണിച്ചർ ആവശ്യമുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ പ്ലസ് മെഷർമെന്റ് എടുക്കല്, അവിടുത്തെ കളർ ടീം നോക്കൽ, ഇതൊക്കെ ആഷിദ് ചെയ്തു തരും. അപ്പോൾ ആഷിദ് ഇത് എങ്ങനെ തന്നെ പോട്ടെ, ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ, നൈസായിട്ട് ഫർണിച്ചറുകൾ വിൽക്കാൻ കഴിയട്ടെ. താങ്ക് യു. ഞാൻ എന്താ ആഷിദിനെ പരിചയപ്പെടുത്തും. നമ്മുടെ കൂടുതൽ ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇത് വീഡിയോയിൽ കണ്ട ആഷിദ് അല്ലേ എന്ന് പറയണം. അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മളെ ബെഡ്റൂമിലോ വീട്ടിലോ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ നല്ല ഫീലായിരിക്കും എന്നുള്ളതായിട്ട് എനിക്കൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ഫർണിച്ചർ ഇന്റീരിയറുകൾക്കായിട്ടും ഇത്തരത്തിലുള്ള കളർ കോമ്പിനേഷനെ കുറിച്ച് അറിയുന്നതിന് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഒരു ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കും.